ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ആയി ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നമ്മളിപ്പം വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടെണ്ണമൊക്കെ ഇനിയും വരാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് മെയിനായിട്ടും ഒരു ന്യൂസിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രാവിലെ യൂട്യൂബിൽ ന്യൂസ് കാണുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഞാൻ ന്യൂസ് കണ്ട സമയത്ത് ഞാൻ കണ്ട ഒരു ന്യൂസാണ് നമ്മുടെ ആലപ്പുഴ ഹരിപ്പാട് നടന്നിട്ടുള്ള ഒരു കേസാണ്. അപ്പോൾ എനിക്കത് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആലപ്പുഴ ഹരിപ്പാടിന് സമീപം 2 വർഷം മുമ്പ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് വധു പിന്മാറിയത് വരന്റെ വീട്ടുകാരുടെ ഭീഷണി മൂലമാണെന്ന് കാണിച്ചാണ് വധുവിന്റെ അമ്മ ആലപ്പുഴ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് വളരെ കൗതുകരമാണ്. ഒരു വിവാഹമൊക്കെ മുടങ്ങാനായിട്ട് ചെറിയ ചെറിയ കാരണങ്ങൾ മതി എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസം വധുവിന്റെ വീട്ടിൽ തലേന്ന് ഹൽദി ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് വരന്റെ ബന്ധുക്കൾ എത്തുന്നത്. വരന്റെ ബന്ധുക്കൾ എത്തി വധുവിനോട് സ്വർണം അണിഞ്ഞ് വിവാഹത്തിന് ചടങ്ങിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വരൻ ആത്മഹത്യ ചെയ്യും, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തും എന്നൊക്കെ പറഞ്ഞതായി ഈ വധുവിന്റെ വീട്ടുകാരെ അറിയിക്കുന്നു. ഇതേ തുടർന്ന് പ്രശ്നമാവുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ചകൾ നടക്കുകയുമൊക്കെ ചെയ്യുന്നു. ഈ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വധു പറഞ്ഞത് തനിക്ക് ഇങ്ങനെ തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ആഭരണവും ഒന്നും ധരിക്കാൻ സമ്മതിക്കാത്ത ഒരു വരനെ വേണ്ട എന്നുള്ള ഒരു കാര്യം വധു പോലീസിനെ അറിയിക്കുന്നത് അതാണ്. തുടർന്ന് വലിയ പ്രശ്നമാവുകയാണ് ചെയ്യുന്നത്. വരന്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തി, അതായത് ആത്മഹത്യ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഇമിറ്റേഷൻ ഗോൾഡൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വരൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞതായിട്ട് ഈ തലേന്ന് വന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം രൂക്ഷമാകുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ആ ന്യൂസ് കണ്ടല്ലോ. ന്യൂസിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് പന്തലിൽ സ്വർണ്ണമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ കല്യാണ ചെറുക്കൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് കല്യാണ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയേക്കുവാണ് ബന്ധുക്കളെ വിട്ടിട്ട്. അതും ഹൽദി സെറമണിയുടെ അന്ന്. നമുക്ക് ഇവിടെ പൊതുവെ കല്യാണത്തിന് 2 ദിവസം മുന്നെയാണ് ഹൽദി നടക്കുക. അപ്പം ഹൽദിയുടെ അന്ന് 2 ദിവസം മുന്നേ വന്നിട്ട് പറയാണ്, എന്താ നീ കല്യാണത്തിന് വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ റെന്റൽ ജ്വല്ലറി എടുക്കുന്ന പതിവുണ്ട് ലേഡീസ്. കാര്യം നമ്മളങ്ങനെ യൂസ് ചെയ്യത്തില്ല ഹെവി ആയിട്ടുള്ള ഓർണമെന്റ്സ്. അപ്പം ആ ഓർണമെന്റ്സിന് പകരമായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് റെന്റൽ ജ്വല്ലേഴ്സ്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങളും ഇട്ടുകൊണ്ട് പന്തലിൽ വന്നു കഴിഞ്ഞാൽ കല്യാണ ചെറുക്കൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയേക്കുന്നത്. സത്യം പറയട്ടെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ സൈക്കോയിട്ടൊക്കെ വിചാരിക്കുമായിരിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ആ പെണ്ണ് അതിട്ടുകൊണ്ട് അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരുന്നു. കാര്യം ഇത്രയൊക്കെ ഡയലോഗ് അടിക്കാൻ ഇവൻ ആരാ? സീരിയസ്ലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആൾക്കാരുടെയൊക്കെ വിചാരം എന്താണ്? സ്വർണത്തിലാണോ ഒരു പെണ്ണിന്റെ ജീവിതം ഇരിക്കുന്നത്? ആ പെണ്ണിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം അവൻ കൊളവാക്കി. സ്വർണം വെച്ചിട്ടാ പെൺകുട്ടികളെയൊക്കെ അവര് തൂക്കുന്നത്. കല്യാണം ഒരു കച്ചവടമാക്കി കണ്ടിട്ട് ആ കച്ചവടത്തിന്റെ വില പറയാൻ വരുന്ന കുറേ പേര് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത്, ഒരു ബോയ് ഉണ്ടെങ്കിൽ അവന് നമുക്ക് കല്യാണം കഴിപ്പിക്കാം. എന്നിട്ട് ആ പെണ്ണ് കൊണ്ടുവരുന്നത് വെച്ചിട്ട് നമുക്ക് ആ കടം വീട്ടാന്നാ. അതല്ലാതെ പണിയെടുത്ത് വീട്ടാന്നല്ല ചിന്തിക്കുന്നത്. പക്ഷെ ഇന്ന് ഇത്തിരിയെങ്കിലും മാറ്റമുണ്ട്. കാര്യം നമ്മുടെ നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റാ. സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒരു ഒരു സൈഡിൽ കൂടി ഇതൊക്കെ നടക്കും. പലരും ഇത് ഉള്ളിൽ ഒതുക്കും, സഹിക്കും. അവരത് പുറത്ത് പറയത്തില്ല. പുറത്ത് പറയാത്തതിന്റെ മെയിൻ റീസൺ ചുറ്റുമുള്ളവർ തന്നെയാണ്. ചുറ്റുമുള്ളവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാട്ടുകാരെയാണ്. ചിലർ പറയും നാട്ടുകാരെന്ത് പറയും എന്നൊരൊറ്റ വേർഡ് ഓർത്ത് ചോദിച്ചിട്ട് വീട്ടുകാർ പോലും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. മോളെ നീ സഹിച്ച് നിൽക്ക്, അത് അങ്ങനെ ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറയും, നമ്മുടെ അഭിമാനം, ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ കെട്ടിച്ചയച്ചതല്ലേ എന്നേ അവർ പറയത്തുള്ളൂ. എല്ലാവരുടെയും കേസല്ല കേട്ടോ. ചിലർ അതിൻ്റെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരും ന്യൂസിൻ്റെ മുന്നിൽ നിന്നിട്ട് അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്ന് പറയാം. പക്ഷെ അവരാരും പറയത്തില്ല ഞങ്ങൾ ഒരിക്കലും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവരത് ചെയ്തിട്ടില്ല. അവർ നാട്ടുകാരെ പേടിച്ചിട്ട് സ്വന്തം മോളെ കുരുതി കൊടുത്തിട്ട് അവർ പറയുന്നത് അവനങ്ങനെ ചെയ്തു, അവനിങ്ങനെ ചെയ്തു, അവൻ അതൊക്കെ ചെയ്തു, എൻ്റെ മോളെ കൊന്നു എന്ന് പറയും. സത്യത്തിൽ അവളെ കൊലയ്ക്ക് കൊടുത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്വന്തം പാരൻസും കൂടെ. സ്വന്തം മോളേക്കാൾ വില നാട്ടുകാർക്കും മറ്റുള്ളവർക്കും കൊടുക്കുമ്പോഴത്തേക്ക് ആലോചിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കുഞ്ഞ് തന്നെ വിട്ട് പോവുമെന്ന്. അവളുടെ ലൈഫിൽ സന്തോഷവതിയാണോ എന്ന് ചിന്തിക്കേണ്ടത് കടമ അവളുടെ പാരൻസിനാണ്.
മനസ്സിലായോ? മറ്റുള്ളവരെന്ത് പറയുമെന്നും മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നും നോക്കാതെ സ്വന്തം മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പാരൻസിൻ്റെ മക്കൾക്കാർക്കും ഇന്നേ വരെ ഒരു എന്താ പറയുന്നത് ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ വന്നതായിട്ട് എനിക്കറിയത്തില്ല. ചിലർ കടിച്ച് പിടിച്ച് നിന്നിട്ട് വീട്ടുകാരോട് മറച്ചു വെച്ചിട്ടുള്ള കേസസ് അല്ലാതെ ഈ എനിക്ക് ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ മോളെ നീ ഇനി അവിടെ നിൽക്കേണ്ട നീ ഇങ്ങ് പോര് എന്ന് പറയുന്ന പാരൻസ് ഉള്ള പെൺമക്കൾക്ക് ഒരിക്കലും സൂയിസൈഡിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ലൈഫ് ഇല്ലാതാക്കേണ്ട ഒരവസ്ഥയിലോട്ട് പോകത്തില്ല. കാര്യം അവരുടെ കൂട്ടായിട്ട് അവർക്ക് എന്നും അവരുടെ അച്ഛനും അമ്മയും ഉണ്ട്. മനസ്സിലായോ? ഒരു പെൺകുട്ടിക്ക് അവരുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ കല്യാണവും കൊച്ചുങ്ങളും ഒന്നുമല്ല. അതൊക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. നാട്ടുകാർ പലതും പറയും. നാട്ടുകാർ ഒരു 18 വയസ്സ് 20 വയസ്സ് കഴിയുന്ന പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്കും ചൊറിച്ചില്ല. ഇങ്ങനെ വരും. എവിടെ നിന്നൊക്കെയാണോ നമ്മൾ ഇതുവരെ കാണാത്ത ആൾക്കാരാ വരുന്നത് കല്യാണാലോചനയും കൊണ്ടിട്ട്. അയ്യോ 20 വയസ്സായില്ലേ കല്യാണം കഴിക്കുന്നില്ലേ എന്നും ചോദിച്ചിട്ട് വരും. അവര് നമുക്ക് കൊണ്ട് തരുമോ ചെലവിന്? ഒരു കല്യാണം നടത്തണമെങ്കിൽ എത്ര ചെലവുണ്ട്? അതേപോലെ തന്നെ ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ അവളുടെ സാലറി അവൾക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാലോ. അതവർ ചിന്തിക്കത്തില്ല. ആ പൈസയും കൂടി വെച്ചിട്ട് കല്യാണം നടത്തി വിടാനേ പറയത്തുള്ളൂ. ആ പെങ്കൊച്ചിൻ്റെ ലൈഫിൽ എന്തനുഭവിച്ചാലും അതൊന്നും പ്രശ്നമില്ല ആർക്കും. ജോലിക്കൊന്നും വിടണ്ട, പഠിക്കുകയും വേണ്ട, കെട്ടിച്ചു വിട്ടോ 18 വയസ്സ് കഴിഞ്ഞാലെന്ന് പറയുന്ന ചില ചൊറിയനും പിടിച്ച ടീംസ് ഉണ്ട്. അതെല്ലാ നാട്ടിലും ഉണ്ട്. അനുഭവത്തിന്ന് പറയുക. ചിലർക്ക് ഇങ്ങനെ ചൊറിച്ചില്ല. അത് സാരി ഉടുത്തിടത്ത് പോവാൻ പേടിയാ. പിറ്റേ ദിവസം കല്യാണാലോചനയും കൊണ്ട് വരും. എന്തിനാണ്? കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ കല്യാണം കഴിപ്പിക്കാൻ എൻ്റെ പാരൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന് അച്ഛനും അമ്മയും ഉണ്ട്. ആ പെങ്കൊച്ച് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കല്യാണം കഴിച്ചോളും. അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം കെട്ടിച്ചു വിടാൻ. ഇത്ര നാൾ വളർത്തി വലുതാക്കാൻ അറിയാമെങ്കിൽ കല്യാണം കഴിപ്പിക്കാനും അറിയാം. നാട്ടുകാരോർത്ത് വിഷമിക്കണ്ട. ഇങ്ങനെ വരുന്നവർക്ക് അങ്ങനെ മറുപടി കൊടുത്തു വിടുക. ഈ ഒരു കേസിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു ലൈഫ്, എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് പോലും ഇടാനായിട്ട് സമ്മതിക്കാത്ത ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ആ പെൺകുട്ടി വ്യക്തമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ആ കല്യാണം അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്ത് കേസിന് പോകാൻ അവളുടെ അച്ഛനും അമ്മയും കാണിച്ച ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ഹാറ്റ്സ് ഓഫ്. അതങ്ങനെ എല്ലാവരും കാണിക്കത്തില്ല. ഞാൻ പറയുന്നത് എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നാണ്. കാര്യം സ്വന്തം മക്കളെക്കാൾ വലുതല്ല നാട്ടുകാരും അഭിമാനവും ഒന്നും. ഒരു കല്യാണം നടത്തുന്നതിനെക്കാട്ടിലും ചിലവാണ് ആ പെണ്ണിനെ പഠിപ്പിക്കാനെന്ന് വിചാരിക്കുന്നവർക്കിട്ട് വേണം ആദ്യം ഒരെണ്ണം കൊടുക്കാൻ. അവർക്കറിയത്തില്ല അവളുടെ ലൈഫിൽ ഒരു ജോലി ഇല്ല എങ്കിൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളമാണെന്ന്. എത്ര നാളാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു 5 രൂപ തരുമോ എന്ന് പോലും ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥ ഉണ്ടാകുന്നത് എനിക്കറിയാം. പേഴ്സണലി ഒത്തിരി പേര് ഇങ്ങനെ നാട്ടുകാരുടെ ശല്യം കാരണം കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷേ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഏണിങ്സ് ഇല്ലാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. നമുക്കും കുറച്ച് കഴിയുമ്പോൾ മടുക്കൂടോ, നമുക്ക് ചോദിക്കാൻ തോന്നത്തില്ല. പഠിക്കാൻ നോക്കുക, ജോലി സമ്പാദിക്കാൻ നോക്കുക. വേണ്ട, ഒരു ജോലി ഒരു 10,000-10,000 രൂപയെങ്കിൽ 10,000 രൂപ കിട്ടട്ടെ, നമ്മുടെ കാര്യങ്ങൾക്കായല്ലോ. നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ, നമുക്കൊരു സാധനം വാങ്ങാൻ ഒക്കെ നമുക്ക് പൈസ ഉണ്ട്. നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കല്യാണത്തിനേക്കാളും ഫസ്റ്റ് നമ്മളൊരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും പറ്റും, നമുക്കൊരു ഡിസിഷൻ എടുക്കാനും പറ്റും. ഇവിടുത്തെ കേസിൽ ആ പെൺകുട്ടി എടുത്ത ഡിസിഷൻ ഉണ്ടല്ലോ, ആ ഡിസിഷൻ അവളുടെ ലൈഫ് സേവ് ചെയ്തു എന്ന് ഞാൻ പറയും. കാര്യം ഇങ്ങനൊരു വ്യക്തിയുടെ ലൈഫിലോട്ട് കല്യാണം കഴിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി നാളെ അനുഭവിക്കേണ്ടി വരുന്നത് ഇതിലും വലിയ കാര്യങ്ങളായിരിക്കും. മേ ബി അത് ലാസ്റ്റ് ഒരു ഡിവോഴ്സിലെത്തത്തുള്ളൂ. അത് ഡിവോഴ്സിലേക്ക് പോകാതെ അതിന് മുമ്പേ തന്നെ ബൈ ബൈ പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ പാരൻസിനെ വേണം കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസിന് പോയി. ഇനിയിപ്പോൾ കേസ് നടക്കുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും ഗേളിൻ്റെ ഭാഗത്ത് മാത്രമേ ശരിയുള്ളൂ. അവൾക്ക് വേണ്ടിയിട്ട് മാത്രമേ വിധി അവൾക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. അതും ഒരു കാര്യം. സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ഒരു കാര്യം ഞാനിത് കേട്ട സമയത്ത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. മെയിൻലി ഞാൻ സംസാരിക്കണമെന്ന് തോന്നിയത് ഗേൾസിനെ പറ്റിയിട്ട് ഇങ്ങനെ തള്ളിയിടുന്ന കല്യാണത്തിലേക്ക് തള്ളിയിടുന്ന കുറേ ടീംസ് ഉണ്ട്. അവരെ പറ്റിയിട്ട് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. നമുക്ക് പേഴ്സണലി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യും കല്യാണം എന്ന് പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല ലൈഫിലത്. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കല്യാണം
ഇഷ്ടമുള്ള സമയത്ത് കല്യാണം കഴിക്കണം. നമുക്ക് കല്യാണം കഴിക്കണം തോന്നുന്ന സമയത്ത് കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി കെട്ടേണ്ട ആവശ്യമില്ല. ഒരാളെ സഹിക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈഫേ ഉള്ളൂ. ഓക്കെ. ബൈ.